പ്രകൃതി വികൃതി കാണിച്ചത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണ്. മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണ് പ്രകൃതി വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പോയിട്ട് നേരെ മുകളിലോട്ട് ഇങ്ങനെ റാ പോലെയാണ് നിൽക്കുന്നത്. അപ്പോഴും ആ തൂക്ക് എപ്പോഴായിരുന്നാലും ഇടിഞ്ഞു വീഴും അത്. കാരണം അനധികൃതമായിട്ടുള്ള ഈ റിസോർട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എത്രയോ റിസോർട്ടുകൾ ഇവിടെ വന്നു ചേരുന്നു. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ആ ഭാഗത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എപ്പോഴാണോ ഇടിയും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വൽക്കലം വന്ന് വീണെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല കഥകൾ. യഥാർത്ഥ സത്യമുണ്ട്, യഥാർത്ഥ ഒരു സത്യമുണ്ട്. ആ സത്യത്തെ നമസ്കാരം. എൻ്റെ പിറകിൽ കാണുന്നത് ലോകപ്രസിദ്ധമായ വർക്കല ക്ലിഫാണ്. ഇത് വളരെ അപൂർവമായ ഒരു പ്രതിഭാസമാണ്, പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഇതിൽ കാണാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. എന്നാൽ ഈ ക്ലിഫ് ഇന്ന് വളരെ അപകടാവസ്ഥയിലാണ്. പല തവണ ഞങ്ങൾ വാർത്തയിൽ കൂടിയൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ക്ലിഫിൻ്റെ മുകളിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് റിസോർട്ടുകൾ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തീരദേശ നിയമം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പൂർണ്ണമായ പിന്തുണ വർക്കല നഗരസഭയിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ക്ലിഫ് ഇന്ന് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തിന് നമുക്കല്ലായിരുന്നു ഡ്യൂട്ടി, മറ്റേ ഷിഫ്റ്റുകാരായിരുന്നു. അത് ആദ്യം ഇവിടെ രാവിലെയാണ് ഇടിഞ്ഞത്. ആ സൈഡിൽ രാത്രി, അതിൻ്റെ തലേദിവസം രാത്രി ഇടിഞ്ഞതാണ്. ആരും ഇല്ലായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരുപാട് പേര് അവിടെ ചെന്ന് നിൽക്കുന്നവരാണ്. വേറെ റിപ്പോർട്ടൊന്നും ശരിക്കും വന്നിട്ടില്ല, വേറെ ഒന്നും വന്നിട്ടില്ല. അത് ഇങ്ങനെ ഒരുപാട് അവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ വരവ് അത്രയും അലിഞ്ഞലിഞ്ഞ് ഇറങ്ങുന്നതുകൊണ്ടാണ്. വെള്ളം അലിഞ്ഞാൽ അത് മാത്രമല്ല, ഇത് ഈ നിൽക്കുന്ന പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയിട്ട് നേരെ മുകളിലോട്ട് ഇങ്ങനെ റാ പോലെയാണ് നിൽക്കുന്നത്. അപ്പോഴും ആ തൂക്ക് എപ്പോഴായിരുന്നാലും ഇടിഞ്ഞു വീഴും അത്. ഈ മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഒരുപാട് പണ്ട് കാണും പോലെ അല്ല, ഇപ്പം അതിൻ്റെ അരികം നിറച്ച റിസോർട്ടാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഈ ടോയ്ലറ്റിൽ കൂടെ എല്ലാവരും ഉപയോഗിക്കുന്ന വെള്ളം മൊത്തം അലിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയല്ലേ? അത് ഇറങ്ങുന്നുണ്ടാവാം. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ആ ക്ലിഫാണ് ഇതിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലവർഷം വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കാലവർഷം വരുമ്പോൾ ഇതിനായിട്ട് കൂടുതൽ ഇടിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ആ സൈഡിൽ ഇടിഞ്ഞത് അങ്ങനെയാണ്. അന്ന് പ്രളയം ഉണ്ടായ സമയത്തിനാണ് അവിടെ അത്രയും ഭാഗം ഒരുമിച്ച് ഇടിഞ്ഞ് പോകുന്നത്. ഈ ഒരു സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ഭാരം താങ്ങാനുള്ള കഴിവ് ഈ ക്ലിഫിനുണ്ടോ? അത് നോക്കാം. അത് ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാനുണ്ട്, അത്രേ ഉള്ളൂ. ഇതുവരെ ആയിട്ട് മാക്കും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇനി ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. കാരണം എല്ലാം കൂടി പോരത്തില്ല. അത് മാത്രമല്ല, ഈ ഒരുപാട് ആൾക്കാർ സൈഡിലൊക്കെ വന്നിരിക്കും. തണൽ പറ്റി നമ്മളെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ അത് സൈഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ ഇവർ വേലി പോലെ കെട്ടി മറച്ചു വെക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നതിൻ്റെ അത് ക്ലോസ് ചെയ്തേക്കാണ്. ഒരു സ്റ്റെപ്പ്, അങ്ങനത്തെ സ്റ്റെപ്പ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഈ ഫസ്റ്റ് കാണുന്ന സ്റ്റെപ്പും ഉണ്ട്. ബാക്കി സ്റ്റെപ്പെല്ലാം ക്ലോസ് ചെയ്തേക്കാണ്. എന്നാലും ആൾക്കാർ അതുകൂടെ ചുണിയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും, ആൾക്കാർ പോകുന്നത് കാണാം, എല്ലാം അറിയാം. അതിൽ ഭയങ്കര പ്രശ്നമാണത്. സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രയോ കാലങ്ങളുണ്ടായിരിക്കുന്ന ഇതല്ലേ, ഇടിഞ്ഞിടിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അത്
അത് വെള്ളത്തിന്റെ ഈർപ്പം കൊണ്ടാണ് സംഭവിക്കുന്നത്. ക്ലിഫ് ഇടിയുന്ന ഒരു പ്രതിഭാസം തുടങ്ങിയിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നു, ഞാൻ മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട്, ഈ പറയുന്ന അനധികൃതമായ നിർമ്മാണം അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഈ ഒരു ക്ലിഫിന് ഇതൊരു മണ്ണാണ്, പാറയൊന്നുമല്ല. താങ്ങാൻ പറ്റുന്ന ഒരു ശേഷിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തായാലും പൊളി. ഈ ബിൽഡിങ്ങിലെ വെള്ളം മൊത്തം താഴുന്നു അവിടെയല്ലേ. അതാ പറഞ്ഞാൽ വെള്ളത്തിന്റെ ആ ഈർപ്പത്തിന്റെ ഇതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഇടിയെന്ന് വെച്ചാൽ അതാണ് ഈർപ്പം. ഈ ആറ്റത്ത് ഇടിഞ്ഞത് തന്നെ രാവിലെ നമ്മൾ ഈ മഴയുള്ള സമയത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, മറ്റേ നല്ല സ്പീഡിനാണ് വെള്ളം വന്നത്. മറ്റേ കുറ്റാലത്തിൽ നിന്ന് വെള്ളം വീഴും പോലെയാണ് വീഴുന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും നല്ല ഇതായിട്ടാണ് ഇവിടെ വീഴുന്നത്. വെള്ളം മൊത്തം ഇഞ്ഞ് മറിഞ്ഞാണ് വരുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ആ ഭാഗത്ത് തന്നെ നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, അത് എപ്പോഴാണോ ഇടിയും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിന് ഈ സൈഡിലാണെന്ന് മുമ്പ് ഒരു 2 പേര് വീഴ വരെ ചെയ്ത് അതിൻ്റെ മകളിൽ താഴോട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അവർ മറ്റേ വേലിയൊക്കെ വെച്ച് കെട്ടി ഇപ്പം അവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങോട്ട് മേളോട് എനിക്ക് അറിയില്ല. പക്ഷേ മനുഷ്യൻ കുറച്ചുകൂടി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കൂടി ക്ലിഫ് കാണാൻ പറ്റും. നമ്മളെന്ന് പറയുന്നത് നമ്മളെ മനുഷ്യരാണ് ഇത് നശിപ്പിക്കുന്നതും മനുഷ്യരാണ് ഇത് സൂക്ഷിക്കാനുള്ളത്. ഇത് രണ്ടും ചെയ്യുന്നത് നമ്മളാണ്, ചെയ്യാനുള്ളത് നമ്മളാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കരുതൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നിലനിർത്തി കൊണ്ടുപോകാം. പരിപാവനമായ വാവുബലി നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഒരു കടപ്പുറം. ഈ വാവുബലിക്കൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ബലിയിടാൻ വേണ്ടി വരുന്നത്. അത്ര പരിപാവനമായിട്ടാണ് ഓരോ ഭക്തരുമൊക്കെ ഈ ഒരു കടത്തീരത്തെ കാണുന്നത്. എന്നാൽ എന്നെ ചുറ്റും കാണുന്ന ഈ ഒരു മാലിന്യം കണ്ടവർക്ക് മനസ്സിലാവും ഇവിടുത്തെ നഗരസഭയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും എത്ര പവിത്രമായാണ് ഈ സ്ഥലത്തെ സൂക്ഷിക്കുന്നതെന്ന്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഇല്ലാത്ത സാധനമില്ല. മദ്യക്കുപ്പി മുതൽ ഇനി എന്നെക്കൊണ്ട് പറയാൻ വയ്യ, അത്ര ഇവിടെ ഇല്ലാത്ത മാലിന്യമില്ല. അത്രയധികം മാലിന്യങ്ങൾ സമ്പുഷ്ടവും കൂടിയാണ് ഈ കടപ്പുറം. ചേട്ടാ, ഇത് പ്രകൃതിയുടെ വികൃതിയാണോ മനുഷ്യന്റെ വികൃതിയാണോ? പ്രകൃതി വികൃതി കാണിച്ചത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണ്. മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണ് പ്രകൃതി വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്താണ് പ്രകൃതിയോട് കാണിച്ചിരുന്നത്, ആ തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് പലതും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള പല മലകളും ഇനി ഇടിഞ്ഞ് പൊളിഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രകൃതി കാണിച്ചു കൊടുക്കും. അന്ന് മനുഷ്യനെ ചെയ്തതിന്റെ പാവങ്ങൾ പ്രകൃതിയായിട്ടാണ് തിരിച്ചു. മനുഷ്യനെ കൊണ്ട് തിരിച്ചു ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ലെന്ന്. ഇതിന്റെ മണ്ടയിൽ മൊത്തം ബിൽഡിംഗ് റിസോർട്ടാണ്. അതാ അവിടെ വെള്ളമെല്ലാം ഊറി പിടിക്കുന്നത് ഈ ക്ലിഫിലേക്ക്. അതെ, നിയന്ത്രിക്കാനോട് ആരുമില്ല. ഒരു നിയമപാലകരുമില്ല. ഒരു സർക്കാർ ഇതിനു വേണ്ടി ഒന്നും പ്രതികരിക്കുന്നില്ല. അതിന് കാരണം എന്ത്? അപ്പോൾ സർക്കാർ വേറെ അവർക്ക് സ്ഥലം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ വർക്കല എന്ന് പറയുന്നത് എന്തായിരുന്നു? വർക്കല എന്ന് പേര് കിട്ടാൻ ഇടയായത് എന്തായിരുന്നു? ക്ലിഫ് ഉള്ളതുകൊണ്ടാണ് വർക്കല ഇത്രയും ഫേമസ് ആയത്. അതൊന്നുമല്ല. വർക്കല എന്ന ദേശം ആയിട്ട് പണ്ട് പുരാതന കാലത്ത് അറിയപ്പെടുന്നത് വൽക്കലം വന്ന് വീണെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല കഥകൾ. യഥാർത്ഥ ഒരു സത്യമുണ്ട്. ആ സത്യത്തെ അത് ഇനിയെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ ഈ നമ്മളെ ചരിത്രങ്ങൾ അടങ്ങുന്ന ഒരു സാധനമുണ്ട്. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അതാണ് എനിക്ക് ഈ ജനങ്ങളോട്, ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സത്യമുണ്ട്. എന്തായാലും ഈ ക്ലിഫ് ഇപ്പൊ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം നമ്മുടെ ജനങ്ങളുടെ പ്രവൃത്തിയാണെന്ന് തീർച്ചയായിട്ടും. അതാണ് പ്രകൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പല പങ്കായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കടലായിട്ട് കാണിക്കും, ഇതേപോലെയുള്ള മലകളായിട്ട് കാണിക്കും, രോഗങ്ങളായിട്ട് കാണിക്കും, മഴയായിട്ട് കാണിക്കും. എന്റെ പിറകിൽ കാണുന്നത് വർക്കല ഹെലിപ്പാഡാണ്. വൈകുന്നേരങ്ങളിലായാലും രാവിലെ ആയാലും 10,000-കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ ഹെലിപ്പാഡിൽ വന്ന് ഈ ഒരു ദൃശ്യമൊക്കെ ആസ്വദിക്കാറുള്ളത്. അവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്, അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന ഈ മലയുടെ ഭാഗമാണ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു കുറച്ചുകൂടി ഇടിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്തത്തിനായിരിക്കും വർക്കല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ക്ലിഫ് ഇടിഞ്ഞപ്പോൾ ഞാൻ ഇല്ലായിരുന്നു, വന്ന് കാലത്ത് വരുമ്പോഴേ അറിഞ്ഞതാണ്. എങ്ങനെ ഇടിഞ്ഞത് ക്ലിഫ്? അത് ഞാൻ കണ്ടില്ല. സംഗതി കുടുങ്ങി
ആണല്ലോ, മഴ പെയ്ത് ഈ കിടക്കയില്ല. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ലിഫ് ഇടിയാൻ കാരണമാണോ? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റൂല, അതാണ് വിഷയം. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇതിൻ്റെ സൈക്കോളജി കാര്യങ്ങൾ. ഇവിടെ ഇതിപ്പം മലയിടിഞ്ഞു, അതിപ്പോൾ പിന്നെ മഴ ശക്തമായ മഴയത്ത് അത് അടി കൊണ്ട് ഇടിഞ്ഞതാണ്. ഇടിഞ്ഞപ്പോൾ താഴോട്ട് പോയി. അല്ല, ഇതിനു മുമ്പ് ഈ പ്രതിഭാസം ഇല്ലായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് നേരത്തെ, വളരെ നേരത്തെ ഇതുണ്ട്. ഈ വെയിറ്റ് ചെയ്ത് തന്നെ വെയിറ്റ് ചെയ്ത് തന്നെ ഇത്രയും സാധനം മുകളിൽ കയറുമ്പോൾ എന്തായാലും കയറുമ്പോ അടിയിൽ പുട്ട് മണ്ണാണ്, മേല് മാത്രമേ ഈ ഉറച്ച കല്ലായിട്ട് നിൽക്കുന്നത്. അടിയിലെല്ലാം പുട്ട് മണ്ണ്. കുറച്ച് ഇടിയുമ്പം കുറച്ചുകൂടെ ഇടിഞ്ഞിടിഞ്ഞങ്ങ് പോകും. ഇത്രയും കോൺക്രീറ്റ് ഇതിന്റെ മണ്ടേ കയറി കഴിഞ്ഞാൽ എന്തായാലും ഇടിയല്ലേ? ആ ലൈറ്റിന്റെ തൂണുകൾ, ആ കല്ലുകൾ എല്ലാം പ്രശ്നമാണ്. ചേട്ടാ കണ്ടല്ലോ, ക്ലിഫ് ഇതാ 2 ദിവസം മുന്നേ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തന നിലയിൽ ഇത് എങ്ങനെയാണ് ചേട്ടാ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥത എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ടൂറിസ്റ്റ് മേഖലയിൽ നമ്മൾ ഈ എടുത്തു പറയുന്ന ലോകം കണ്ട ലോകരാജ്യങ്ങളിൽ പല വിദേശികളും വന്നു ചേരുന്ന, അതായത് വേൾഡ് മാപ്പിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ് ഈ വർക്കല പാവനാശം. അതുപോലെ തന്നെ ഇവിടെ ബലിയിടാൻ വരുന്ന ആളുകൾ, അങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്ന ഈ സ്ഥലം ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥത, മെയിനായിട്ട് പറഞ്ഞാൽ നഗരസഭയുടെ പെർമിഷൻ കൊടുക്കൽ. കാരണം അനധികൃതമായിട്ടുള്ള ഈ റിസോർട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എത്രയോ റിസോർട്ടുകൾ ഇവിടെ വന്നു ചേരുന്നു. ആരും അറിയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു പെർമിഷനോ ഒരു NOCയോ ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും അറിയാതെ അത് രഹസ്യമായിട്ട് ഗൂഢാലോചനയിലൂടെ അവരുടെ കൈക്കൂലി പ്രകാരം, പച്ചയ്ക്ക് പറഞ്ഞാൽ കൈക്കൂലി, അവരുടെ റിസോർട്ടിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ വീതം പറ്റിക്കൊണ്ട് നഗരസഭ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അനധികൃതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ മണ്ണിടിച്ചൽ. കാരണം ഇത്രയും റിസോർട്ടുകൾ അത് ശാസ്ത്രീയമായി പഠിക്കാതെ ഇതിൻ്റെ ഈ കുന്നിനുള്ളിൽ മുകളിലുള്ള ഇത്രയും റിസോർട്ടുകളുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെയാണ് ഇങ്ങനെയുള്ള മണ്ണിടിച്ചൽ തുടർന്ന് വരുന്നത്. ഇന്നും ഇടിഞ്ഞു. ഇതിൽ തുടർന്ന് മുന്നേയൊക്കെ ഒരുപാട് അപകടങ്ങളും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ ഈ മഴക്കെടുതിയിൽ തന്നെ ഈ റിസോർട്ടുകൾ എല്ലാം നിലം കുത്തുന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പാവനാശം, ഈ നമ്മുടെ ഈ ബീച്ച്, ഈ ഏരിയ, ഈ റിസോർട്ട് ഉൾപ്പെടെ ഹെലിപ്പാഡ് ഉൾപ്പെടെ അടങ്ങുന്ന ഈ ഒരു വർക്കലയുടെ നെഞ്ച് തന്നെ തകർന്ന് വരുന്ന ഒരു അവസ്ഥയാണ് ഈ ടൂറിസം മേഖലയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം നമുക്ക് ഇവിടെ കേരളത്തിൽ മൊത്തത്തിൽ പറയുന്നത്, നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ടൂറിസത്തിൽ എന്തൊക്കെ വികസനങ്ങൾ ചെയ്തെന്ന് അവർ കൊട്ടിഘോഷിക്കുന്ന ഈ വേളയിൽ ഇതാണ് അവസ്ഥയെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വാർത്ത അധികാരികളുടെ കയ്യിൽ എത്തുകയും അവരിത് കണ്ണുമൂടിക്കെട്ടാതെ, ജനങ്ങളുടെ കണ്ണുമൂടിക്കെട്ടാതെ, വർക്കലയെ പറ്റിക്കാതെ, വർക്കലയുടെ ആവശ്യം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, വേൾഡ് അറിയുന്ന, ലോകം അറിയുന്ന ഒരു സ്ഥലമാണ്. കാരണം അത്രയും ആളുകൾ ബലിയിടാൻ ഉൾപ്പെടെ വരുന്ന ഈ സ്ഥലം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും പാവങ്ങൾക്കുള്ള പെൻഷൻ പോലും മുടക്കിയിട്ട്, അവർക്ക് ആകെയുള്ള വരുമാന മാർഗമായ ചില ആളുകൾ, പാവപ്പെട്ടവരുടെ പെൻഷൻ മുടക്കിയിട്ട് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആവശ്യം എന്താണ്? കാരണം കേരളം മൊത്തം, ഇവിടുത്തെ നമ്മുടെ മിനിസ്റ്റർ ടൂറിസം മന്ത്രി പറഞ്ഞു ഇത് ന്യൂ ഇയർ സമ്മാനമായിട്ട് തന്നു. വർക്കലയ്ക്ക് തന്നത് ഇവിടെ അറിയാം. വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചത്. എങ്ങനെയോ പാവങ്ങൾ രക്ഷപ്പെട്ടു. 2 പേരുടെ അവസ്ഥ ഇപ്പോഴും പ്രശ്നമാണ്, ഹോസ്പിറ്റലൈസ്ഡാണ് ഓൾറെഡി. അപ്പോൾ അത് കുറേ ഹിന്ദിക്കാരന്മാരെ വെച്ച് വേറെ സ്റ്റേറ്റിൽ നിന്ന് ആളുകളെ കൊണ്ടുവച്ചിട്ട് പൈസ പിരിവ് നടത്തി അത് ഏതോ ഒരു കോൺട്രാക്ടറിന് കൊടുത്തിട്ട് അത് വേറൊരു തട്ടിപ്പാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. വർക്കല ക്ലിഫിൻ്റെ ദയനീയമായ ഒരു ചിത്രമാണ് ഇപ്പോൾ മാർത്തോളം മലയാളി വരച്ച് കാട്ടിയത്. കാശിന് വേണ്ടി മാത്രം, ഒരു വിഭാഗം ആൾക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ക്ലിഫിനെയും ഈ പറയുന്ന പരിസ്ഥിതിയുമൊക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് മുതലെടുക്കാൻ കുറേ കാശുകാരും. ഇതാണ് ഈ ഒരു ക്ലിഫിൻ്റെയും ഈ ഒരു തീരദേശത്തിൻ്റെയും അവസ്ഥ. മാർത്തോളം മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.